ഹലോ ഫ്രണ്ട്സ്, മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഒരു അടിപൊളി വെജിറ്റബിൾ ബിരിയാണിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ കൂടെ മുട്ടക്കറി ഉണ്ട്, ബ്രെഡും എല്ലാ പച്ചക്കറികളും ഇട്ടിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് വീഡിയോയിലൂടെ നോക്കാം അതെങ്ങനെ ഉണ്ടാക്കണമെന്ന്. നമുക്ക് ഉണ്ടാക്കി നോക്കാം. ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ആദ്യം ഞാനൊരു കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എനിക്ക് കുറച്ച് ഗ്യാസ് കത്തിച്ചു, കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആദ്യം ബ്രെഡ് നമുക്ക് വറുത്തെടുക്കാം. ബ്രെഡ് ഒരു 4 ബ്രെഡ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ഇതൊന്ന് ചൂടാവട്ടെ. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്, വറുക്കേണ്ട ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെജിറ്റബിൾ പച്ചക്കറിയൊക്കെ ഇട്ടിട്ടുള്ള ബിരിയാണിയാണ്. അപ്പോൾ അതിലേക്ക് എണ്ണ ചൂടായി. ബ്രെഡൊക്കെ ഒന്ന് ഇതങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ സാധാ ബ്രെഡ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വറുത്ത് കോരിയെടുക്കാം. എണ്ണ നന്നായി ചൂടാവട്ടെ. കുട്ടികൾ പച്ചക്കറിയൊന്നും കഴിക്കാത്ത കാരണം നമുക്കിത് അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. ഒന്ന് വറക്കട്ടെ. ബ്രെഡ് 4 ബ്രെഡ് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ബ്രെഡൊക്കെ വറുത്ത് ഇതാ കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് മസാലകളൊക്കെ വറുത്തെടുക്കാം. കുറച്ചും കൂടെ എണ്ണ ഒഴിക്കുക. ബ്രെഡ് വറുക്കുമ്പോൾ എണ്ണ വലിഞ്ഞു പോകും. കുറച്ചും കൂടെ എണ്ണ ഒഴിക്കുന്നുണ്ട്. പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. കുറച്ച് പെരിഞ്ചീരകം ഇടാം. ഇല, ബിരിയാണി ഇല ഒരു പീസ് ഇട്ട് കൊടുക്കാം. പട്ട, ഗ്രാമ്പു, ഏലക്കായ എല്ലാം ഇട്ടിട്ടുണ്ട്. അത് ഇട്ട് കൊടുത്ത ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, ഇതിങ്ങനെ 3 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 ഉള്ളി ഒക്കെ കൂടെ ഇട്ട് അരച്ചതാണ്. കുറച്ചുള്ള കാരണം ഒന്നിച്ചിട്ട് അരച്ചതാണ്. ഇനി ഒരു 4 തക്കാളി ഒന്ന് അരച്ചെടുക്കാം. ഈ 4 തക്കാളി അരച്ചെടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്ത ശേഷം തക്കാളി അരച്ചത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. തക്കാളി ഒരു 4 തക്കാളി അരച്ചതാണ്. ഇത് നന്നായിട്ടൊന്ന് എണ്ണ തെളിയുന്നവരേക്ക് നമുക്ക് ഒന്ന് വറുത്ത് കൊടുക്കാം. മസാലയുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ടിട്ടില്ല, കുറച്ച് മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഗരം മസാല നന്നായി ഇളക്കാം. നന്നായി ഇളക്കിയ ശേഷം ബിരിയാണിപ്പൊടി, ആച്ചി ബിരിയാണിപ്പൊടിയാണ് ഇടുന്നത്. ആച്ചി ബിരിയാണിപ്പൊടി 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇളക്കിയ ശേഷം നമുക്ക് പച്ചക്കറിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ്, ഇത് പച്ചപ്പട്ടാണി ഞാൻ കുതിർത്തി വേവിച്ച് വെച്ച്, ബീൻസ്, ഒരു ചെറിയൊരു കഷ്ണം മുട്ടക്കോസ്, ഒരു പച്ചമുളക്, ഇത് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലൊരു പാത്രം അരിയുണ്ട്, ഇത്രയും അരിയുണ്ട്. ഇതിൽ 2 പാത്രം വെള്ളം ഒഴിച്ചു. പച്ചക്കറിയൊക്കെ വേകണ്ടേ, 2 പാത്രം അല്ലെങ്കിൽ 1.5 ഒഴിച്ചു കൊടുത്താൽ മതി. അരി കഴുകി നന്നായിട്ട് 1/2 മണിക്കൂർ കുതിർത്തി വെച്ച്
വടിച്ച് വെച്ചതാണ്. ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ജാറ് കഴുകിയ വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം ചൂടാകാൻ വെച്ച വെള്ളമാണ്, എനിക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൽ 2 പാത്രം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നന്നായി ഇളക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. തിളച്ച ശേഷം നമുക്ക് ഉപ്പ് പോരെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. പകുതി നാരങ്ങ പിഴിഞ്ഞു കൊടുക്കാം. തിളച്ച വെള്ളമായ കാരണം വേഗം ഇത് ചൂടായി കിട്ടും. തിളയ്ക്കും വെള്ളം. ഇതൊന്ന് തിളച്ച ശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമുക്ക് അരി ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾ ബിരിയാണി നന്നായി ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഒന്ന് തിളച്ച് വെള്ളം വറ്റുമ്പോൾ നമുക്ക് ഒന്ന് അടച്ചു വെക്കാം. ഉപ്പ് എരിവൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് ദമ്മിട്ട് വയ്ക്കാം. അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. പുതിന ഇട്ടിട്ടില്ല. പുതിനയുടെ മണം എൻ്റെ സ്മെല്ല് ഇഷ്ടമില്ലാത്ത കാരണം കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് വറുക്കാനായിട്ട് ഒരു കരണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് 2 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തു. കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, മുന്തിരി എടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടായ ശേഷം നമുക്ക് വറുത്തെടുക്കാം. ഞാൻ ഈ അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ബിരിയാണി. നെയ്യ് ചൂടായിട്ടുണ്ട്. കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്തിട്ട് വറകട്ടെ. ഗ്യാസ് ഓഫ് ആക്കുന്നുണ്ട്. വേഗം ചൂടാകും. അതോ ബിരിയാണി ഇതാ ആവിയൊക്കെ വരുന്നുണ്ട്. ഇതൊന്ന് വറുത്ത് കൊടുക്കാം. ഇത് കുക്കറിൻ്റെ അടപ്പ് തുറന്ന ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പ് ബ്രെഡൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ബിരിയാണിയൊക്കെ റെഡിയായി. ബ്രെഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് വറുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് ഒന്നിച്ചൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് വെജിറ്റബിൾ ബിരിയാണി ബ്രെഡൊക്കെ ഇട്ടിട്ട് നല്ല സോപ്പ്. നമുക്ക് മുട്ടക്കറി, അടിപൊളി മുട്ടക്കറി. മുട്ടക്കറി അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട മുട്ടക്കറി നല്ല സൂപ്പറായിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, മാജിക് കിച്ചണിലേക്ക്